ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു വള മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ബീഡ്സ് വർക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ സെയിം ബീഡ് കൊണ്ട് തന്നെ നമ്മളൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ഐറ്റം നമ്മൾ കാണിക്കുന്ന വളയാണ്. എല്ലാ ഐറ്റവും ഇന്ത്യയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു മത്സരത്തിന് ആവശ്യമായിട്ടുള്ള മിക്കവാറും ഐറ്റംസ് ഇതിലുണ്ട്. അതിന് വേണ്ടിയുള്ള ബീഡ്സ് ഏതൊക്കെയൊന്ന് നോക്കാം നമുക്ക്. ഒരു പിങ്ക് കളർ പോൾ ബീഡ്, സെയിം സൈസിൽ തന്നെ ഓഫ് വൈറ്റ് കളറുണ്ട്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡുണ്ട്, കുറച്ച് ചെറിയ ഗോൾഡൻ ബീഡ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ അതേ സൈസിൽ തന്നെ ഉള്ളതൊരു വൈറ്റ് ബീഡുണ്ട്, നല്ല ഷൈനിങ് ഉള്ളൊരു ബീഡാണ്. പിന്നെ എടുത്തിട്ടുള്ളത് പാദസരത്തിൻ്റെ കൊളുത്ത്, കമ്മലിൻ്റെ കൊളുത്ത്, അതുപോലെ തന്നെ വള എടുത്തിട്ടുണ്ട്, നമ്മൾ വള ബേസ് എടുത്തിട്ടുണ്ട്, ഇത് ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പാദസരത്തിന് മാലയ്ക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് ഗിയർ ലോക്കൊക്കെ. പിന്നെ ഇതിനുള്ള കത്രിക, പ്ലെയറൊക്കെ എടുത്തിട്ടുണ്ട്. നൂല് നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൻ്റെ ത്രെഡാണ്. പിന്നെ ജം റിങ്സ് ആവശ്യമുണ്ടാവും, അതും എടുത്തിട്ടുണ്ട്. എപ്പോഴും ബീഡ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ് സെലക്ട് ചെയ്യണം. കളറൊന്നും മങ്ങാത്ത നല്ല ബീഡ്സ് സെലക്ട് ചെയ്യുക മത്സരത്തിന് പോകുന്ന കുട്ടികൾ. ഇതുപോലെ നമ്മൾ നൂല് കട്ടിയുള്ള 3 ലെയർ വരുന്ന നൂലാണിത്. അത്രയും നമുക്ക് സൂചിയിൽ കോർക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു ലെയർ അടർത്തി മാറ്റിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ അതിങ്ങനെ വലിച്ചെടുത്താൽ തന്നെ പോരും. അപ്പോൾ ഒരു ലെയർ മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു 3-4 തവണ ഒരു കെട്ടിട്ട് കൊടുക്കണം. ബാംഗിൾ ബേസ് എടുത്തിട്ട് ഉള്ളിലൂടെയാണ് കോർക്കേണ്ടത്. ഈ ഒരു പാറ്റേണിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരു ഗോൾഡന്, വൈറ്റ്, പിങ്ക്, പിന്നെ ഒരു വൈറ്റ്, പിന്നെ ഒരു ഗോൾഡൻ. ഈ ഒരു പാറ്റേണിൽ ഓരോ ബ്ലോക്കായിട്ട് ഇങ്ങനെ കോർത്തെടുക്കണം. രണ്ടാമത് ഇടുമ്പോൾ പിന്നെ ഒരു ഗോൾഡൻ ഇടേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അവസാനം നമ്മൾ ഗോൾഡൻ ഇട്ടത് കൊണ്ട് തന്നെ 2 ഗോൾഡൻ ഒരുമിച്ച് വരും. അതുകൊണ്ട് അതിടണ്ട. പിന്നെ ഗോൾഡൻ ഇടാതെ ഇങ്ങനെ അവസാനം മാത്രം ഗോൾഡൻ ഇട്ട് പോയാൽ മതി. കറക്റ്റ് ഇതിൻ്റെ അളവിലെടുക്കണം. ഏറെ കൂടുതലാവാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും, വളയുടെ മേലിൽ ടൈറ്റായി നിൽക്കൂല. അപ്പോൾ ശ്രദ്ധിക്കുക. അത് എടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഫുള്ളായിട്ട് ഇതിൻ്റെ അളവിലെടുത്തതിന് ശേഷം ഇതുപോലെ കോർത്തെടുക്കണം. ആദ്യം ഇട്ട വീടിൻ്റെ ഉള്ളിലൂടെ നമ്മളൊന്ന് കോർത്തെടുത്ത് പിന്നെ താഴേക്ക് ഒന്നും കൂടി കോർത്തെടുത്ത് എന്നിട്ട് നല്ലപോലെ ജസ്റ്റ് ഒരു തവണ ഒന്ന് കെട്ടി കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത ഹോളിലൂടെ ഉള്ളിലൂടെ തന്നെ എടുക്കുക. എന്നിട്ട് ബീഡ്സിൻ്റെ മുകളിലൂടെ നമ്മൾ ആദ്യം കെട്ടിവെച്ച ബീഡിൻ്റെ മുകളിലൂടെ തന്നെ സെയിം ഹോളിലൂടെ തന്നെയാണ് പുറത്തെടുക്കേണ്ടത്. നമ്മൾ കോർത്ത ഹോളിലൂടെ തന്നെയാണ് പുറത്തെടുക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഇട്ടിട്ട് ബീഡിൻ്റെ മുകളിലൂടെ സെയിം ഹോളിലൂടെ തന്നെ തിരിച്ചെടുക്കുക. ഇതുപോലെയാണ് ചുറ്റും തുന്നേണ്ടത്. നല്ല വൃത്തിയിൽ ടൈറ്റായി നിൽക്കണം. ഇതിൻ്റെ ഭംഗി എന്നുള്ളത് ഈ വള നല്ല ടൈറ്റായി നിൽക്കലും പിന്നെ അടുപ്പിച്ച് തുന്നിക്കൊടുക്കണം. ഇഷ്ടം പോലെ ഹോൾസ് ഉണ്ട് വള ബേസിന്. അടുപ്പിച്ച് തന്നെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഓരോ ഹോൾസിലും ഇങ്ങനെ തുന്നിക്കൊടുക്കുക. ബീഡ്സ് ഞാൻ പറഞ്ഞു, ബീഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കളർ കോമ്പിനേഷൻ നോക്കണം. ഇവിടെ ഞാനെടുത്ത ബീഡ് നല്ലൊരു പിങ്കാണ്. ആ പിങ്കും ഈ ഓഫ് വൈറ്റ്, പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആണ്. ആ കളറും നല്ല മാച്ചുണ്ട്. അതിലേക്ക് ഗോൾഡനും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ നല്ല ഭംഗിയുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക ബീഡ്സ്. അതുപോലെ തന്നെ നല്ല ഷൈനിങ് ഉള്ള ബീഡ്സും സെലക്ട് ചെയ്യണം. കടയിൽ വാങ്ങാൻ പോകുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പഴകിയ ബീഡ്സൊന്നും അങ്ങനെ വാങ്ങരുത്. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ നോക്കുക. ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതുപോലെ നമ്മൾ ചുറ്റിലും ഇങ്ങനെ തുന്നിക്കൊടുക്കുക. ഇതുപോലെ തുന്നിയതിന് ശേഷം അവസാനം നമ്മൾ എത്തിക്കഴിഞ്ഞു. ലാസ്റ്റത്തെ ഹോളിൻ്റെ, അതായത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മളൊന്ന് ഇട്ടിട്ടുണ്ട്, തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഫസ്റ്റ് ഒരു ബാലൻസ് നൂലുണ്ടായിരുന്നു. ആ നൂല് ഇതുമായിട്ടൊന്ന് 2-3 തവണ ഒന്ന് നല്ല മുറുക്കിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റിൽ വേണം കെട്ടാൻ.
ഇതിൻ്റെ കെട്ടിലും തുന്നലിലൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. 3 തവണയൊക്കെ കെട്ടേണ്ടി വരും. കോട്ടൻ്റെ ത്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ നിന്നോളും. നൈലോണിൻ്റെ ത്രെഡൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പശ തേക്കാം. B7000 ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പശ. ഉള്ളിലും അതുപോലെ ബീഡിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പശ ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് നിർബന്ധമില്ല, ഓപ്ഷണൽ മാത്രമാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ പശ തേച്ച് വെച്ചാലേ നമ്മൾ ആ കെട്ടിയ ആ ബാലൻസ് ഭാഗമൊക്കെ ഉള്ളിലോട്ട് പോയിക്കോളും. ഓക്കെ, ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ്